ഹലോ ഗൈസ്, അപ്പം മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു വ്യാജ പോസ്കോ കേസിൽ 6 വർഷം ജയിൽ ജീവിതം അനുഭവിച്ച ഷിബു എന്നൊരു വ്യക്തിയെക്കുറിച്ചാണ് കേട്ടോ. അതിന് നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കി നോക്കൂ. ഞാൻ ഒന്ന് പ്ലേ ചെയ്യാം. തെറ്റായ കോടതി വിധിയെ തുടർന്ന് ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്ന പലരുടെയും കഥ നമ്മൾ കേൾക്കാറുണ്ട്. പത്തനംതിട്ട സ്വദേശി ഷിബു 28-ാം വയസ്സിലാണ് ഒരു പോക്സോ കേസിൽപ്പെട്ടത്. അത് ഒരു വ്യാജ പോക്സോ കേസായി. 2014 തൊടുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 5 വർഷത്തിന് ശേഷം കോടതി ഷിബുവിന് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയും ചെയ്തു. എന്നാൽ ഈ വിധിക്കെതിരെ ജയിലിൽ വെച്ച് നിയമം പഠിച്ച് ഹൈക്കോടതിയിൽ സ്വയം വാദിച്ച് കുറ്റവിമുക്തനായിരിക്കുകയാണ് ഈ യുവാവ്. ജയിലിലെ ദുരനുഭവങ്ങളും സമൂഹത്തിൽ നിന്ന് നേരിട്ട ഒറ്റപ്പെടലും കനൽ വഴികൾ താണ്ടിയുള്ള പോരാട്ടവും ന്യൂസ് 18-നുമായി പങ്കുവെക്കുകയാണ് ഷിബു. ആദ്യം തന്നെ ആ ഷിബു എന്നൊരു വ്യക്തിക്ക് ഒരു ബിഗ് സല്യൂട്ട് കേട്ടോ, സമ്മതിക്കണം. ജയിലിൽ കിടന്ന 5 വർഷവും 9 മാസവും ഷിബുവിന്റെ ലക്ഷ്യം തന്റെ നിരപരാധിത്വം തെളിയിക്കുക എന്നത് മാത്രമായിരുന്നു. ജയിലിൽ നിന്നും ജോലി ചെയ്ത് കിട്ടുന്ന കൂലിയിൽ നിയമപുസ്തകങ്ങൾ വാങ്ങി രാത്രിയോ പകലോ എന്നില്ലാതെ പഠിച്ചു. 2014 അയൽവാസിയുടെ പകയുടെ ഇരയായി ജയിലിൽ അടയ്ക്കപ്പെട്ട ഷിബുവിന്റെ മുതൽ ജയിൽ പോകുന്നവരെയുള്ള കാര്യങ്ങൾ മാത്രമേ പല മാധ്യമങ്ങളും കൊട്ടിഘോഷിച്ച് കാണിക്കാറുള്ളൂ. അതിനുശേഷം അദ്ദേഹം കുറ്റവിമുക്തനായി കഴിഞ്ഞാൽ അപ്പം കാണുന്ന ആ ഒരു വീറും വാശിയൊന്നും പിന്നീട് വീഡിയോ പബ്ലിഷ് ചെയ്യാൻ കാണത്തില്ല. അതിപ്പം നടന്നുകൊണ്ടിരിക്കുന്നതാണ് പല കാലങ്ങളായിട്ട്. ഇദ്ദേഹം ഈ പത്തനംതിട്ട സ്വദേശിയാണ് കേട്ടോ. 2014 ഒക്ടോബറിലാണ് ഇദ്ദേഹത്തിനെതിരെ, അതായത് ഇദ്ദേഹത്തിന്റെ 28-ാം വയസ്സിലാണ് ഈ കേസ് രജിസ്റ്റർ ആവുന്നത്, ഒരു വ്യാജ പോസ്കോ കേസ്. തുടർന്ന് 5 വർഷത്തിന് ശേഷം 2019 കോടതി ഇരട്ട ജീവപര്യന്തത്തിന് ശിക്ഷിക്കുകയും 6 വർഷത്തോളം അദ്ദേഹം ജയിൽ ജീവിതം അനുഭവിക്കുകയും ചെയ്തു. അദ്ദേഹം നിയമങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ച് ഹൈക്കോടതിയിൽ സ്വയം വാദിച്ച് ഈ 2025 ജൂലൈയിൽ കുറ്റവിമുക്തനായി. എത്ര മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പബ്ലിഷ് ചെയ്തു. ആ ഒരു അദ്ദേഹത്തിന്റെ ഒരു 6 വർഷം ജയിൽ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കി, അതും വ്യാജ കേസിൽ. ഈ കേസിന് ആസ്പദമായ സംഭവം തുടങ്ങുന്നത് ഒരു അയൽക്കാരി സ്ത്രീയുടെ വ്യാജ അലിഗേഷനാണ്. അത് മകളെ വെച്ച്, അതായത് വയസ്സാണ്. അപ്പം ഈ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ കളിക്കാനൊക്കെ പോകും. ഇദ്ദേഹത്തിന്റെ കുട്ടികളുണ്ട്, പിന്നെ കസിൻസ് ഉണ്ട്, അവരോടൊക്കെ കളിക്കാനൊക്കെ കൊണ്ട് പോകും. അങ്ങനെ ഇടയ്ക്ക് വെച്ച് ഈ ഒരു കുട്ടി അവിടെ നിന്ന് എന്തോ മോഷ്ടിച്ചു. അപ്പം അതിനെ ഇദ്ദേഹത്തിന്റെ വൈഫൊക്കെ ശകാരിക്കുകയും വഴക്ക് പറയുകയും ചെയ്തു. അപ്പൊ ഈ ഒരു സംഭവം ഈ ഒരു കുട്ടിയുടെ അമ്മയ്ക്ക് ഭയങ്കര ക്ഷീണമായി. മാത്രമല്ല ഇത് നാട്ടുകാരും അറിയാൻ ഇട വന്നു. ഇവർക്ക് എന്തോ അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, സ്ഥിരം ഈ കുട്ടി വന്നും പോയിരിക്കുകയല്ലേ ഈ ഇപ്പുറത്തെ വീട്ടിലോട്ട്, ഇദ്ദേഹത്തിന്റെ വീട്ടിലോട്ട്. വ്യാജ കേസങ്ങ്, അതായത് ഇദ്ദേഹം ഈ കുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ള രീതിക്ക് പോലീസിൽ കേസ് കൊടുത്തു. ആ കുട്ടിക്ക് 10 വയസ്സേ ഉള്ളൂ. ഇവരുടെ കാര്യം ആലോചിക്കണം, എത്രത്തോളം ആ ഒരു സ്ത്രീ ദുഷിച്ച മനസ്സുള്ള ഒരു സ്ത്രീയാണെന്ന്. പിന്നെ അറിയാലോ, പോസ്കോ കേസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആരും പെട്ടെന്നൊന്നും കൈവയ്ക്കത്തില്ല, പെടും. കൊടുത്ത ഉടനെ തന്നെ പെടും. വൈദ്യപരീക്ഷ റിപ്പോർട്ടൊക്കെ ബാക്കിയൊക്കെ വന്നിട്ടില്ല, അതിനകത്തൊക്കെ നെഗറ്റീവ് ആയിരുന്നു. എന്നിട്ടും പിന്നീടും കേസും അങ്ങോട്ട് പോവുകയാണ് ചെയ്തത് ശക്തമായിട്ട്. പിന്നെ വേറെ ആരും ഒന്നും പിന്നെ ചിന്തിക്കത്തില്ലല്ലോ, അതാണ് വേറൊരു പ്രശ്നം. തുടർന്ന് ഈ ഒരു കേസിൽ ഇദ്ദേഹം റിമാൻഡിലാവുകയും പിന്നീട് ഇദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്തു. 2014 ആ ഒരു സമയത്ത് തന്നെ. അപ്പം ഇദ്ദേഹം വിചാരിച്ചു, എന്ത് ഇത് കഴിഞ്ഞല്ലോ, ഇനിയിപ്പം വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല എന്ന് കരുതി പോലീസ് ഈ ഒരു കേസിൽ കുറ്റപത്രം കോടതിയെ സമർപ്പിച്ചു. തുടർന്ന് പിന്നെ വിചാരണ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ 2019 5 വർഷത്തിന് ശേഷം കോടതി ഇദ്ദേഹത്തിനെ വിധിക്കുകയാണ് ഇരട്ട ജീവപര്യന്തത്തിന്. പിന്നെ ഇദ്ദേഹം അതിൻ്റെ ഇടയ്ക്ക് വേറെ വക്കീൽസിനെയൊക്കെ കണ്ടു. പക്ഷെ അവർക്കൊക്കെ ഇദ്ദേഹത്തിനെതിരെ സ്ട്രോങ് ആയിട്ടൊരു എവിഡൻസ് പോലും ഇല്ല. അത് പക്ഷേ കൂടെ ഇന്ന ആൾക്കാർ, എനിക്ക് തോന്നുന്നു, കൂടെ ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യേണ്ട വക്കീൽ വരെ അപ്പുറത്തുനിന്ന് പൈസ വാങ്ങിച്ചെന്ന് തോന്നുന്നു. അവർക്ക് കറക്റ്റായിട്ട് വാദിച്ച് അതിന് റിലീഫ് ചെയ്തെടുക്കാൻ കഴിഞ്ഞില്ല. അപ്പം ഓപ്പോസിറ്റ് സൈഡ് സ്ട്രോങ് അല്ലെങ്കിൽ അപ്പം പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ ആണ് കോടതി 2019 ഇദ്ദേഹത്തിന് ഇരട്ട ജീവപര്യന്തം ശിക്ഷിക്കുന്നത്. പക്ഷെ എന്താല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, വ്യാജ പോസ്കോ കേസിനകത്ത് അറസ്റ്റിലായി ജയിലിൽ പോകുമ്പോൾ തന്നെ ഉള്ള ഒരു നടയടി ടൈമുകളൊക്കെ ഉണ്ട്. മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. എത്ര അടിച്ച് നൂത്ത് വിട്ടുകയാണോ അദ്ദേഹത്തിന്. അവര് മാത്രമോ, പോലീസ് ആയിക്കോട്ടെ. പിന്നെ ആ ഒരു 6 വർഷം ഒരാളുടെ ജീവിതം ആ ജയിലിൽ ഹോമിക്കുകയാണ്. 2019 ഒക്ടോബറിനകത്ത് കോടതി വിധിക്കുന്നു. പിന്നെ 2025 ജൂലൈയിലാണ് റിലീസ് ആവുന്നത്. ഇത്രയും ഒരു പീരീഡ് ആ ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പിന്നെ കൂടാതെ ഇദ്ദേഹത്തിന്റെ കുടുംബം, ഫാമിലി, ഒരു 3 വയസ്സുള്ള ഒരു മകളും കൂടെ ഉണ്ട്. ആ വൈഫൊക്കെ പിരിഞ്ഞ് അവര് കർണാടക എങ്ങോട്ടൊന്നും വരുന്ന അവര് വീട്, ആ വൈഫിന്റെ വീട്ടിലോട്ട് അവര് പോയി. അപ്പൊ അവരും പിന്നീട് വിചാരിച്ചു ഇതായിരിക്കും നിയമം നടപ്പാക്കിയില്ലേ, അതായത് ഇദ്ദേഹത്തിന് ശിക്ഷ വിധിച്ചില്ലേ, അപ്പൊ അതിനകത്ത് ഇദ്ദേഹം തെറ്റ് ചെയ്തതെന്ന് അവരും കരുതി. ഇതുപോലെ എത്ര നിരപരാധികളായിരിക്കും ഇങ്ങനെ കിടക്കുന്നത്, പലപ്പോഴും പലരുടെയും ഈ ഫേക്ക് അലിഗേഷൻ മൂലം.
അദ്ദേഹത്തിന്റെ ആ ഒരു മനസാന്നിധ്യം വല്ലാത്ത തന്നെയാണ് കേട്ടോ. ഒരു സല്യൂട്ട് ചെയ്യേണ്ട തന്നെ. അവിടെ നിന്ന്, അതായത് കോടതിയിൽ ശിക്ഷ വിധിച്ച് ആ ഒരു ഇത് ഫാമിലിയായിട്ട് മൊത്തത്തിൽ അത് ഭക്ഷിച്ച ആ ഒരു ഇത് മൊത്തത്തിലൊരു മനുഷ്യൻ എങ്ങനെയൊക്കെ എന്താ പറയാ മാനസികമായിട്ട് അടിപ്പതറി നശിച്ച് ഫുൾ കോൺഫിഡൻസ് പോയി നിന്ന സമയത്തും താൻ തെറ്റുകാരനല്ല എന്ന് തന്റെ കുടുംബത്തിന് മുന്നിൽ തെളിയിക്കാനുള്ള ഒരൊറ്റ ഭാഷയിൽ അദ്ദേഹം ആ ജയിലിൽ കിടന്നതിനെ നിയമങ്ങളൊക്കെ പഠിച്ച് ഹൈക്കോടതിയിൽ വാദിച്ച് സ്വയമേ വാദിച്ച് താൻ നിരപരാധിയാണെന്ന് തെളിയിക്കുകയാണ്. ആ മനുഷ്യൻ എന്തൊക്കെ സഹിച്ചു കാണും, എന്തൊക്കെ വേദനകൾ അനുഭവിച്ചു കാണും. നാട്ടുകാരുടെ മുമ്പിൽ, കുടുംബത്തിന്റെ, സമൂഹത്തിന്റെ മുന്നിൽ മൊത്തം തെറ്റുകാരനാണ്. നീ അദ്ദേഹത്തിനെ ചീത്ത വിളിക്കാനും പറയാനും ആൾക്കാരൊന്നും കാണത്തില്ല. പിന്നെ ജയിലിൽ പിന്നെ അറിയാല, സഹതടവുകാരൊക്കെ അടിച്ച് റെഡിയാക്കി എന്തൊക്കെ 6 വർഷം ചില്ലറ കേസാ. വ്യാജമായിട്ടുള്ള ഒരു കേസിന് പെട്ട് തന്റെ 10-11 വർഷത്തോളം ജീവിതം ഈ ഒരു കേസിനു വേണ്ടി ഹോമിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഉള്ള 28-ാം വയസ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ചോദിക്കുന്നത് ഇപ്പൊ അദ്ദേഹത്തിന് 39 വയസ്സ് ആയി. ജീവിതത്തിന്റെ ഏറിയ നല്ല ഭാവവും ആ ജയിലിൽ ഹോമിക്കേണ്ടി വന്നു. എന്ത് അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഇദ്ദേഹത്തിന് ആ ഒരു കഴിവുള്ളതുകൊണ്ട് ഇത്രയും ചെയ്ത് റെഡിയായി കുറ്റവിമുക്തനായി വന്നു. അപ്പൊ ഇദ്ദേഹം ഈ ഒരു ഇനിഷ്യേറ്റീവ് അദ്ദേഹത്തിന് എടുക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഉള്ള വർഷക്കാലം മൊത്തവും ആ ജയിലിൽ തന്നെ തന്റെ ജീവിതം ഹോമിക്കേണ്ടി വന്നേനെ. ഇതുപോലെ എത്ര പേരുണ്ട്. അതല്ല വേറൊരു ഏറ്റവും വലിയൊരു കാര്യം, ഈ ഒരു യുവതി ഉണ്ടല്ലോ, തന്റെ 10 വയസ്സുള്ള മകളെ മുൻനിർത്തി ഈ ഒരു യുവതി, ഇവർക്കെതിരെ നടപടികൾ എടുക്കണ്ടേ? അവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുത്ത് അവിടെ നിന്ന് എന്തൊക്കെ വാങ്ങിക്കാൻ പറ്റുമോ അത്രയും വാങ്ങിക്കുകയും ചെയ്യണം. വാങ്ങിക്കാൻ മാത്രമല്ല, ഇവരെ പിടിച്ച് ജയിലിൽ ഇടണം. 6 വർഷം ഇദ്ദേഹം കടന്നിട്ടുണ്ടെങ്കിൽ 12 വർഷം അവര് ജയിലിൽ കിടത്തണം. അതല്ലേ അതിന്റെ ഒരു ശരി. പക്ഷെ അങ്ങനെ നടത്താൻ നമ്മളിവിടെ വകുപ്പില്ലല്ലോ. ഇപ്പം കിട്ടാൻ പോകുന്നത് ഇദ്ദേഹം ആ തുടക്ക സമയത്ത് നമ്മുടെ കോടതിക്ക് കെട്ടിവെച്ചിട്ടുള്ള എന്തെങ്കിലും ഫണ്ട് കെട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇദ്ദേഹത്തിന് തിരികെ കിട്ടും. അതെനിക്ക് തോന്നുന്നു നമ്മുടെ ഈ യുവതിക്കായിരിക്കും പോകുന്നത്. ആ ക്യാഷ് കിട്ടും, അത്ര തന്നെ. പിന്നെ കോടതിയിൽ നിന്ന് ഒരു താക്കീതും ഈ ഫേക്ക് കേസ് കൊടുത്തവർക്കെതിരെ. അല്ലാതെ എന്ത് നടപടി പിന്നീട് മുന്നോട്ടുണ്ടാവും? സത്യം പറഞ്ഞാൽ ഇതിലേക്ക് നടപടി വേണ്ടേ? എന്ത് ക്രൂരതയാണ് കാണിക്കുന്നത്. ഒരു രക്ഷയില്ല കേട്ടാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം നമ്മളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ആ ഒരു നിമിഷം, ഈ ഒരു കേസ് വന്ന നിമിഷം തന്നെ നമ്മുടെ ജീവിതം താറുമാറായി തുടങ്ങും. അതായത് ഒരു ചീട്ട് കൊട്ടാരം പോലെ നമ്മളെ തകർന്നടിഞ്ഞു തുടങ്ങും. ഓരോന്നോരോന്നായിട്ട് പോകുന്നതിന് എന്തെങ്കിലും കേസ് വന്നു കഴിഞ്ഞാൽ നീ കൊച്ചുകുട്ടികളെ ചെയ്തല്ലോടാന്ന് പറഞ്ഞിട്ട് ഇടി മാക്കുന്നു. നാട്ടുകാരെ വരെ ഇടിയുള്ളൂ. തല ഉയർത്തി നടക്കാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന്റെ ഫാമിലി ആലോചിച്ച് നോക്കുക. അദ്ദേഹത്തിന് ഒരു കുട്ടിയുണ്ട്, ആലോചിച്ച് നോക്കി നോക്ക്. എവിടെയെങ്കിലും പോകുമ്പോൾ മറ്റേ കൊച്ചിനെ പിടിച്ചവന്റെ ഭാര്യ മോളെന്താ പറഞ്ഞു. ഭാര്യ ഇപ്പൊ മോളായിക്കോട്ടെ മോനായിക്കോട്ടെ, കുടുംബത്തിന് ഏറ്റുന്നത് അദ്ദേഹത്തിന്റെ അമ്മയുടെ പ്രതികരണം ആലോചിച്ച് നോക്കുക. അമ്മ പോലും അദ്ദേഹത്തിനോട് പിന്നീട് ഉണ്ടാതായി. ഹൊറിബിൾ ആണ് കേട്ടോ, ഹൊറിബിള്. പക്ഷെ ഏറ്റവും വലിയൊരു എന്താ പറയുക വിരോധാഭാസം എന്ന് തന്നെ പറയാം. ഈ ഒരാള് ശിക്ഷ കുറ്റവിമുക്തനായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു മാധ്യമങ്ങളിലും വരൂലെന്നേ. മറ്റേതാണെങ്കിൽ പത്രത്തിന്റെ ഫ്രണ്ട് പേജിനകത്ത് ഒരു വലിയ ഫോട്ടോ എടുത്ത് വെച്ചു. പോസ്കോ കേസിൽ പ്രതി അറസ്റ്റിൽ, ഷിബു 28 വയസ്സ്, ഇന്ന ജോലി ചെയ്തു, ഇന്ന സ്ഥലത്ത് താമസിച്ചു, ഇന്ന ദിവസം, ഇന്ന ടൈമില് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ലിസ്റ്റ് ആയിട്ട് ഇറങ്ങും. ഇദ്ദേഹം ഇപ്പം കുറ്റവിമുക്തനായി. ഇതിനെക്കുറിച്ച് എത്ര പത്രത്തിൽ വന്നു, ഫ്രണ്ട് പേജിൽ വന്നു, ലാസ്റ്റ് പേജിൽ വന്നു, മരണ പേജിനകത്ത് ചെറുതായിട്ട് കൊടുത്തുപോകില്ല, അതിനെക്കാട്ടും ചെറുതായിട്ടായിരിക്കും കുറ്റവിമുക്തനായി എന്ന് ഫോട്ടോ പോലും കൊടുക്കാതെ ആയിരിക്കും കൊടുക്കുന്നത്. എന്തവസ്ഥയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. തുടക്കത്തിൽ കാണിക്കുന്ന ഒരു എന്താ പറയാ പബ്ലിസിറ്റി പിന്നീട് കുറ്റവിമുക്തനാവുമ്പം കിട്ടത്തില്ല. പിന്നെ നമ്മളായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, ഞാൻ തെറ്റിച്ച് ഏത് പോയി, അത് ഫേക്ക് കാര്യമായിരുന്നു, ഇപ്പം കോടതി എന്നെ കുറ്റവിമുക്തനാക്കി ഒന്ന് ഓരോരുത്തരായിട്ടും പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വരും. ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ കൂടുതൽ എന്താ പറയാ വൈറലാവേണ്ടത്. എല്ലാവരും മനസ്സിലിപ്പോ അന്നത്തെ കാലം ഇത്രയും കാലമായി ഫുള്ളും ഒരു പീഡന ആരോപിതൻ ആ ഒരു ഇതൊക്കെയാണ് എല്ലാവരും മൈൻഡ് ഇരിക്കുന്നത്. കുറ്റവിമുക്തനാകുമ്പോൾ ആരും അറിയില്ല. എത്ര ന്യൂസുകൾ വരും, വിരളമായിട്ട് 1-2 ന്യൂസുകളിൽ മാത്രമേ വരത്തുള്ളൂ. ഇത് ഇങ്ങനെ വരുമ്പോൾ കുറച്ചും കൂടെ ആ ഇനിഷ്യൽ കാണിക്കുന്ന ആ ഒരു സ്പ്രെഡ് പിന്നീട് ഈ കുറ്റവിമുക്തനാവുമ്പോഴും കാണിക്കും. ഇതുപോലെ സ്വയമേ കോടതി വാദിച്ച് കയറാൻ പറ്റി. ഇപ്പൊ ഇതുപോലെ ഫേക്ക് ആയിട്ട് അലിഗേഷനിൽ പെട്ട് കിടക്കുന്ന എല്ലാവർക്കും പറ്റുമോ? ഇല്ലല്ലോ. അത്രയും കഴിവുകളൊന്നും പലപ്പോഴും കാണത്തില്ല. അത്രയും എന്താ പറയാ മനക്കരുത്തും കാണത്തില്ല, അത്രയും ബുദ്ധിയും കാണത്തില്ല. അല്ലാത്തൊരു ആലോചിച്ച് നോക്കിയേ, 10, 20, 30 വർഷം ജയിലിൽ ഈ ഒരു കേസും വെച്ച് അവർക്ക് മാത്രമേ അറിയാവൂ താൻ നിരപരാധിയാണെന്ന്. അങ്ങനെ കിടക്കും, ആ ജീവിതം ഹോമിക്കും ആ ജയിലില്.
അതായത് ജീവിതവും മൊത്തത്തിൽ നശിച്ച് നാരണക്കല്ലെടുത്ത് പോകും. ഈ ഇങ്ങനെ ഫേക്ക് കൊടുക്കുന്നവർക്കെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടികൾ വന്നാൽ മാത്രമേ ഇനി ഇതുപോലത്തെ കേസുകളൊന്നും വരാതിരിക്കത്തുള്ളൂ. അതല്ലെങ്കിൽ ഇതിങ്ങനെ തുറന്നുകൊണ്ടിരിക്കും. അപ്പൊ നമുക്കിപ്പം മറ്റേ എന്റെ വീട്ടിൽ വന്നിട്ട് എന്റെ കൊച്ചിനെ ഇതുപോലെ ചെയ്ത് കേസ് കൊടുത്ത് ഇനിഷ്യലി തന്നെ അങ്ങ് ഇനിഷ്യേറ്റ് ആ കേസ് വന്നിരിക്കും. പോലീസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരെ ബാക്കി നിയമ നടപടികൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ മീഡിയ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തീർന്ന് തൊലഞ്ഞ് നശിച്ച് അത് ഒരു 1 വീക്കിനുള്ളിൽ തന്നെ ഇപ്പൊ കുറ്റവിമുക്തനാണെന്ന് തെളിഞ്ഞാൽ പോലും അതിനു മുമ്പുള്ള ആ ഒരു 1 വീക്ക് ഉണ്ടല്ലോ, അതിൽ തന്നെ ആ ഒരു വ്യക്തിയുടെ ജീവിതം നശിച്ച് എന്തൊക്കെയുണ്ടോ ആ നിമിഷം തന്നെ എല്ലാം പട്ട എന്ന് പറഞ്ഞ് തീരും. ഒരു മറ്റേ മാലപ്പടക്കം പൊട്ടണ കണക്ക്. ഇതിനെതിരെ നിങ്ങൾക്ക് തന്നെ അതായത് ഈ ഒരു കേസിനെതിരെ ഫേക്ക് കൊടുക്കുന്നവർക്ക് കർശനമായ നിയമ നടപടി വന്നാൽ മാത്രമേ ഇതിനൊരു മാറ്റം വരത്തുള്ളൂ. എത്ര പേരല്ലേ ഇതുപോലെ തെറ്റ് ചെയ്യാതെ കിടക്കുന്നത്. ഇങ്ങനത്തെ കേസൊക്കെ ആണെങ്കിൽ പിന്നെ ഒന്നും പറയും വേണ്ട. വല്ലാത്തൊരു അവസ്ഥ തന്നെ കേട്ടോ. പക്ഷെ അദ്ദേഹത്തിനെ സമ്മതിച്ചേ പറ്റുള്ളൂ. എനിക്ക് എണീറ്റ് ഒരു സല്യൂട്ട് കൊടുക്കണം. പാവം, എത്ര വർഷമാണ് ഒരു മനുഷ്യന്റെ ജീവിതം. 11 വർഷമാണ് ഈ ഒരു കേസിനെ അദ്ദേഹം മാനസികമായിട്ട് അനുഭവിച്ചത്. 6 വർഷം ജയിലിലും. 6 വർഷം ജയിലിൽ ആലോചിച്ച് നോക്കിയൊക്കെ. തന്റെ ജീവിതത്തിന്റെ 28 വയസ്സിലാണ് ഈ ഒരു കേസ് പറഞ്ഞത്. 28 തൊട്ട് നമ്മളൊരു കോളേജ് പഠിത്തമൊക്കെ കഴിഞ്ഞ ഒരു 24 തൊട്ട് ഒരു 40-നകത്ത് വരെ ഒരു 35 ആ ഒരു റേഞ്ച് വരെയൊക്കെ നമ്മളൊരു ലൈഫിന്റെ ഒരു മെയിൻ ഇമ്പോർട്ടന്റ് പാർട്ടാണ്. 40 കഴിയുമ്പോൾ പിന്നെ അടുത്തൊരു വേറൊരു സ്റ്റേജിലോട്ട് പോകും. ആ ഒരു സമയം മൊത്തം ജയിലിൽ ജീവിതം ഹോമിച്ച ഒരു വ്യക്തി കുറ്റവിമുക്തനായി. ഏറ്റവും അവസാനം തൻ്റെ നല്ല കാലം ഫുള്ളും ജയിലിലായിരുന്നു. അയാൾക്ക് ഏറ്റവും ആ ഒരു നഷ്ടം ആര് നികത്തും? കോടതി നികത്തും. ഫേക്ക് അലിഗേഷൻ കൊടുത്ത ആ യുവതി, ആ ഒരു നശിച്ച സ്ത്രീ ഉണ്ടല്ലോ, അവര് നികത്തും. അവരിപ്പം പാട്ടും പാടി കോട്ടുമായിട്ട് അവിടെ നടക്കണമായിരിക്കും തിന്നും മുടിച്ച്. വല്ലാത്തൊരു എന്ത് പറയാനാ, ഇതിനൊന്നും പറയായിട്ടല്ലേ. ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് കുറ്റവിമുക്തനായി സ്വന്തം കഴിവുകളിലൂടെ. അത് മാത്രമല്ല ഏറ്റവും വലിയൊരു സന്തോഷം. പക്ഷെ നഷ്ടപ്പെട്ടു പോയ ഒന്നും അദ്ദേഹത്തിന് ഇനി തിരിച്ചു കിട്ടാനും പോകുന്നില്ല. ഈ ജീവിതത്തിന്റെ ആ നല്ലൊരു ഭാഗം. ഇനിയും ഇതുപോലത്തെ ഒരു അലിഗേഷൻ ഒന്നും ആരും ഫേക്കായിട്ട് കൊണ്ടുവരാതിരിക്കട്ടെ. തെറ്റ് ചെയ്തവർ മാത്രം ശിക്ഷിക്കപ്പെടട്ടെ. നിരപരാധിയായിട്ടുള്ള ആൾക്കാരൊക്കെ രക്ഷപ്പെട്ടു പോട്ടെ.